അങ്ങനെ നടക്കില്ല. ആരും ഭീഷണിക്കൊന്നും വേണ്ടത് തെറ്റായ ധാരണയൊന്നും വേണ്ട. ഒരു പാർട്ടിക്കാരും പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ പേരിൽ നടപടി ഉണ്ടാവും. എല്ലാം എന്തോ പോലീസിലെല്ലാവരും ഒരുപോലല്ല ഉണ്ട്. ഞാൻ ഇന്നലെ യോഗത്തിലും പറഞ്ഞപ്പോൾ ഭരണം മാറിയെന്ന് വിചാരിച്ച് മുഴുവൻ പോലീസും മാറുന്നു. അതേ പോലീസുകാർ തന്നെ ഇപ്പോഴും ഉള്ളത്. ഗവൺമെന്റിന്റെ നയമാണ് പ്രധാനം, അല്ലേ? ഗവൺമെന്റിന്റെ നയമാണ് പ്രധാനം. ഗവൺമെന്റ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പോലീസും മാത്രമല്ല കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാധകമാണ്. അതിന്ന് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഞാൻ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്, പോലീസ് സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, തൊഴിലിടങ്ങളിലെ സമ്മർദ്ദമാണ് ഇതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫ്രീഡം കൊടുക്കാനും അവർക്ക് ജോലി ഭാരം ഉണ്ടാകാതിരിക്കാനും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനിങ്ങിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ ആവശ്യമില്ലാതെ അവരെ ടെൻഷൻ ഉണ്ടാക്കിക്കുക, അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുക, അതുണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു.